ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ. വിവരങ്ങളുമായി ആന്റണി ജി സ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, സ്വർണ്ണക്കവർച്ച കേസിൽ SITയുടെ മറ്റൊരു നിർണായക നീക്കം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശങ്കർദാസിന്റെ അറസ്റ്റ് അടക്കം വൈകുന്നതിൽ കോടതി വലിയൊരു രൂക്ഷമായി തന്നെയാണ് SITയെ വിമർശിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയത്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇനി അറസ്റ്റിലാകാനുണ്ടായിരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പത്മകുമാർ പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ അംഗമായ ശങ്കർദാസ് മാത്രമായിരുന്നു. ശങ്കർദാസ് കഴിഞ്ഞ ഈ ആശുപത്രിയിൽ അബോധാവസ്ഥയിലടക്കം ആയിരുന്നു എന്നുള്ളതാണ് ഈ അറസ്റ്റ് വൈകുന്നതിന് കാരണമായി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഇയാൾ അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ SIT തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തിയാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ SITയുടെ തലവനായിട്ടുള്ള SP ശശിധരൻ ഈ ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും നിലവിൽ ശങ്കർദാസിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമല്ല. ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇക്കാര്യം കൊല്ലത്തെ വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ ആശുപത്രിയിലെത്തി ഈ റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകുകയും ചെയ്യും. ഏതായാലും ദ്വാരപാലക കട്ടളപ്പാളി കേസിലെ 11ാം പ്രതിയാണ് ശങ്കർദാസ് എന്ന് പറയുന്നത്. അന്ന് അതായത് ഈ ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികളിൽ കൊടുത്ത് വിടുമ്പോൾ അന്ന് പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നു. വിജയകുമാർ അതുപോലെ തന്നെ ശങ്കർദാസ് എന്നിവരായിരുന്നു ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നേരത്തെ ഈ വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇവർക്കും കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് ഈ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നും ശങ്കർദാസിന് രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെ വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും അത് കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷ വിമർശനം ഉയർത്തിയത്. ഇങ്ങനെ ഒരാൾ, അതായത് ഈ കേസിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ അസുഖം ആണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. മകൻ SP ആയതുകൊണ്ടാണോ അങ്ങനെയൊക്കെ എന്ന് കോടതി ചോദിച്ചിരുന്നു. ഏതായാലും ഇനിയും രൂക്ഷ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ SIT ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത SIT കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇനി അറസ്റ്റിലാകാനുള്ളത് ജയശ്രീ മാത്രമാണ്, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി. ബാക്കി എല്ലാ പ്രതികളെയും തന്നെ ഇപ്പോൾ പോലീസ് SIT അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഭരണസമിതി, അതായത് അന്ന് 2019 ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുമ്പോൾ പത്മകുമാറിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന 3 പേരെയും ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മറ്റൊരു അറസ്റ്റിലേക്ക് കൂടി SIT കടക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശങ്കർദാസിനെ ആശുപത്രിയിലെത്തിയാണ് ഇത്തരത്തിൽ SIT എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം അടക്കമുള്ള കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ആന്റണി ജി സ്റ്റോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.